ഹായ് ഓൾ, നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് പുതിയ ബിസിനസ് ആശയങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോസ് കണ്ടന്റൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഒന്നുകിൽ ഫോൺ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ്സ് ആയിട്ടൊക്കെ വരുന്നൊരു മെസ്സേജാണ്, സർ മെഷീൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. നിങ്ങൾ അങ്ങനെ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് മിക്ക ബിസിനസ്സുകളുടെയും ഫെയിലിയറിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അതേ സമയത്ത് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ, പിന്നെ പ്രോഫിറ്റ് മാർജിൻ എത്രയാണ്, നല്ല ബിസിനസ്സാണോ, സാധ്യതയുള്ളതാണോ, സ്കേലബിലിറ്റി ഉള്ളതാണോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? എങ്കിൽ അതായിരിക്കും നിങ്ങളുടെ അല്ലെങ്കിൽ വിജയിച്ച ആളുകളുടെ വിജയത്തിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റി വെക്കേണ്ട ഒരു തെറ്റായ ഒരു ധാരണയാണ് മെഷീൻസിന്റെ പ്രൈസാണ് ഇമ്പോർട്ടൻ്റ് ഒരു ബിസിനസ്സിൽ എന്നുള്ളത്. കാരണം മെഷീൻസ് നമുക്ക് ഏതൊരു പ്രൊഡക്റ്റിൻ്റെ എടുത്തു കഴിഞ്ഞാലും നമുക്ക് വെറും 10,000 രൂപ തൊട്ടിട്ട് ലക്ഷങ്ങളും കോടികളും വിലയുള്ള മെഷീനറീസ് വരെ നമുക്കിന്ന് മാർക്കറ്റിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അവൈലബിൾ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ എത്ര രൂപയുടെ മെഷീനാണ് നമ്മൾ എടുക്കേണ്ടത്, അതിൻ്റെ മാനദണ്ഡം എന്താണ്, നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെ, ഇതാണ് ഇതിൻ്റെ ശരിയായ ഒരു വശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ആളുകൾക്ക് ഒരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ചേർന്നിട്ടാണെങ്കിൽ ആ ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ടോട്ടൽ എമൗണ്ട് എത്രയാണ് എന്നുള്ളത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ആ ടോട്ടൽ എമൗണ്ടിനെ, ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 സെഗ്മെൻ്റ് ആക്കിയിട്ട് നമ്മൾ തിരിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ നമ്മൾ മെഷീനറീസിന് വേണ്ടി മാറ്റി വെക്കുന്നത്. അടുത്തത് നമ്മൾ 6 മാസത്തേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ സ്പേസ്, ഓഫീസ് കാര്യങ്ങൾ, ഇലക്ട്രിഫിക്കേഷൻ, നമുക്ക് വണ്ടി കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബാക്കിയുള്ള രജിസ്ട്രേഷന്, ബ്രാൻഡിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റേഷനിൽ, ഈ ഒരു കാറ്റഗറൈസ് ചെയ്തത്, നമ്മൾ മെഷീനറീസിന് വേണ്ടിയിട്ട് എത്രയാണോ നമ്മൾ എമൗണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്, ആ എമൗണ്ടിൽ ഒതുങ്ങുന്ന, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു മെഷീനറീസ് ആയിരിക്കണം നമ്മൾ ആ ഒരു ബിസിനസ്സിൻ്റെ തുടക്ക സമയത്ത് നമ്മൾ വാങ്ങേണ്ടത്. നമുക്കറിയാം, ഏതൊരു പ്രൊഡക്റ്റിൻ്റെ മെഷീനറീസ് പോകുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഏറ്റവും അൾട്രാ ലോ മാനുവൽ മെഷീനറീസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. പിന്നീട് നമുക്കതിൻ്റെ മാനുവൽ മെഷീൻസ്, പിന്നെ അതിൻ്റെ നമുക്ക് സെമി ഓട്ടോമാറ്റിക് മെഷീൻസ്, പിന്നെ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻസ്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ സാമ്പത്തികത്തിനനുസരിച്ച്, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനനുസരിച്ചായിരിക്കണം നമ്മൾ മെഷീൻസ് ചൂസ് ചെയ്യേണ്ടത്. മിക്കവാറും ആളുകളും എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് അവേ ജമ്പ് ചെയ്യും. എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ അതിൽ മേജർ എമൗണ്ടും ഒരു ബേസിക് ഇല്ലാതെ മുഴുവനായിട്ടും, അതല്ലെങ്കിൽ ഒരു മെജോറിറ്റി പോർഷൻസ് മെഷീനറീസ് വാങ്ങും. പിന്നീട് അതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ബിസിനസ് റൺ ചെയ്യാനുള്ള എമൗണ്ടോ ബാക്കിയുള്ള എമൗണ്ടോ ഒന്നും തികയാതെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്ന, നിർത്തേണ്ടി വരുന്നവരെ അവസ്ഥ മിക്കവാറും കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ റോങ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ മാറ്റിവെച്ച മെഷീനറീസിന് വേണ്ടി വാങ്ങി വെച്ച എമൗണ്ട് നമുക്കൊരു മെഷീൻസ് അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും സാറേ എന്ന് ചിലപ്പം നിങ്ങളിൽ പല ആളുകൾക്കും സംശയം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ മെഷീനറീസ് ഓൾറെഡി ഉള്ള കമ്പനികൾ, കോൺട്രാക്ടേഴ്സ്, ജോബ് കോൺട്രാക്ട് ചെയ്യുന്നവരുണ്ടാകും. അതായത് വേറെയുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഈ പ്രൊഡക്റ്റ് നമ്മളുടെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ടാവും. ജോബ് കോൺട്രാക്ട് എന്നാണ് അതിന് പറയുന്നത്. തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ് നമ്മളുടെ ബ്രാൻഡിൽ നമുക്ക് വേറെ മാനുഫാക്ചേഴ്സിനെ കൊണ്ട് ചെയ്തിട്ട് നമ്മളുടെ ലേബലിൽ നമുക്ക് അവരുടെ അടുത്ത് നിന്ന് മേടിക്കാം. അതൊരു റേറ്റ് കോൺട്രാക്ട് വെച്ച് അവർക്ക് ഒരു പീസിന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ കമ്പനി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഫിനാൻസ് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, നമുക്ക് നമ്മളുടെ സ്വന്തം മെഷീനറീസ് വാങ്ങി വെക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഗുണവും കൂടെ ഉണ്ട്. രണ്ടാമത്തത്, ഇൻ കേസ് നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് മുമ്പോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വലിയ ബാധ്യത നമ്മളുടെ തലയിൽ വരില്ല, ഒന്നാമത്തത്. രണ്ടാമത്, നമുക്ക് ആലോചിക്കാനും നല്ലൊരു നെറ്റ്വർക്ക്, നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ അത്യാവശ്യം നല്ലൊരു ലീഡ്സ് നമുക്ക് മേടിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇനി ഒരു സീക്രട്ട് റിവീൽ ചെയ്യാം. നമ്മൾ സാധാരണ ഒരു ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്ത് വിജയിച്ചിട്ടുള്ളൊരു ഫോർമുല ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടൽ മൂലധനത്തിൻ്റെ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എത്ര വരെ നമുക്ക് മെഷീനറീസിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു റേഞ്ചാണ്. ചില കാറ്റഗറി അതിനനുസരിച്ച് ചില മെഷീനറീസ് കോംപ്ലക്സ് ആയിട്ടുള്ള ചിലതുണ്ടാവാം, ബാക്കിയുള്ളതിന് കുറവുള്ള ഇതൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ ഏറ്റക്കുറച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. എന്നാലും നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റേഞ്ചാണ് ഞാൻ ഈ പറയുന്നത്.
എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഷീനറീസിൻ്റെ ഒരു 30-50% ഉള്ളിൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ 30-50% ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മളെ മെഷീനറീസിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ 25-35%. ബാക്കിയുള്ള എമൗണ്ട് കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രാൻഡിങ്, രജിസ്ട്രേഷൻ, നമ്മുടെ സ്പേസിൻ്റെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങൾ, ഓഫീസ്, CCTV, ഇൻവേർട്ടർ, അങ്ങനെയുള്ള പിന്നെ ടൂൾസ് ആൻഡ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ബാക്കിയുള്ള എമൗണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ചില പ്രോഡക്റ്റുകളുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ക്രെഡിറ്റ് ബേസിസിൽ ഓടുന്ന മാർക്കറ്റ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 6 months നമ്മൾ ആ മാർക്കറ്റിൻ്റെ ഒരു ക്രെഡിറ്റ് സൈക്കിൾ ഉണ്ട്. ചിലത് 30 days ആയിരിക്കും, ചിലത് 45 ആവും, ചിലത് 90 days ആവും, ചിലത് 120 days ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറിനനുസരിച്ച് നമുക്ക് 6 മാസം സാലറി അതിൽ പോകണം, റെന്റ് പോകണം, ബാക്കിയുള്ള നമുക്ക് ഫിക്സഡ് ആയിട്ട് നമുക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം, ഇപ്പോൾ ടാക്സ്, നമ്മുടെ തേർഡ് പാർട്ടി, നമ്മുടെ അക്കൗണ്ടിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക്, ടാക്സ് ഫയലിങ്ങിനും, ഇങ്ങനത്തെ കംപ്ലയൻസസിനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന ചാർജുകൾ, അതേപോലെ തന്നെ ഈ ഓഫീസ് റെന്റ്, ഇങ്ങനത്തെ ഫിക്സഡ് ആയിട്ടുള്ള സംഭവങ്ങൾ എല്ലാം ഉൾപ്പെട്ട്, പിന്നെ അതുപോലത്തെ സാലറി നമ്മൾ വർക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്ന മിനിമം സംഭവങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചേർത്ത്, പിന്നെ അതുപോലെ റോ മെറ്റീരിയൽ വാങ്ങാനുള്ളത്, മാർക്കറ്റിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഈ പറഞ്ഞ ക്രെഡിറ്റ് സൈക്കിളിനനുസരിച്ച് നമ്മളുടെ മെഷീൻസ് സ്റ്റോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹോൾഡ് ആവുന്ന എമൗണ്ടിനുള്ള ബാക്കപ്പ് നമുക്ക് വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് 6 മാസം നമ്മൾ ഓടാനുള്ളതിൻ്റെ കാൽക്കുലേഷൻ്റെ കുറച്ചും കൂടെ സേഫ്റ്റി മാർജിനും കൂടെ വെച്ചിട്ട് എപ്പോഴും നമ്മളെ കയ്യിൽ വേണം. ബിസിനസ് റൺ ചെയ്യാനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതെയാണ് മിക്കവാറും കമ്പനികൾ സ്റ്റക്ക് ആവുന്ന കേസുകളൊക്കെ വരാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എമൗണ്ടിൽ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി മെഷീനറീസിനുള്ളതും അതിൻ്റെ ബാക്കി നമ്മൾ ഈ പറഞ്ഞ ബാക്കിയുള്ള മിസ്സലേനിയസ് എല്ലാ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൽ മിക്കവാറും ആളുകൾ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ എമൗണ്ടിൻ്റെ 60-70% മെഷീനറീസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. മിക്കവാറും നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഫെയിലിയർ ആയിട്ടുള്ള, നഷ്ടം സംഭവിച്ച് നിർത്തേണ്ട സാഹചര്യം വന്നിട്ടുള്ള കമ്പനികളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒക്കെ സംഭവിച്ചിട്ടുള്ളത് മാക്സിമം മെജോറിറ്റി വന്നിട്ട് 60% ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റുള്ളത് മെഷീനറീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത്, പിന്നീട് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറവായിരിക്കും. മെഷീനറീസ് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ഓഫീസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ ഫണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ശരിക്കും വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ 10 lakhs ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിചാരിക്കും. അപ്പോൾ 10 lakhs ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 30-50% കഴിയുമ്പോൾ 3-5 lakhs ഉള്ളിൽ വേണം നമ്മൾ മെഷീനറീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു എമൗണ്ട് നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു 30% എങ്കിലും, അതായത് 3 lakhs എങ്കിലും നമ്മൾ എന്ത് വെക്കണം എന്ന് വെച്ചാൽ വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അത് എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം നല്ലതെന്ന് ഞാൻ പറയുള്ളൂ. ഇൻ കേസ് നമുക്ക് 6 മാസത്തിനുള്ള അതിലൊരിക്കലും കോംപ്രമൈസ് ചെയ്ത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ കാര്യത്തിൽ. ഇൻ കേസ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ സേഫർ ആയിട്ടുള്ള സൈഡിൽ നമ്മൾ ഒതുക്കി വെച്ചിട്ട് നമുക്ക് മെഷീനറീസിനുള്ള പ്രൈസ് നമുക്ക് തികയുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജോബ് കോൺട്രാക്റ്റിൽ തേർഡ് പാർട്ടി മാനുഫാക്ചറിങ് ചെയ്യുക. നമ്മൾ ആ മെഷീനറീസിന് നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ തൊടാതെ അവിടെ തന്നെ വെക്കുക, തേർഡ് പാർട്ടി കോൺട്രാക്റ്റിംഗ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മിച്ചം വെക്കുന്ന പൈസ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഓൺ മെഷീനറീസ് സ്ലോലി ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മെത്തേഡ് സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും നമ്മളടുത്ത ആളുകൾ ഇത് എന്തുകൊണ്ടാണ് മെഷീനറീസ് തരാത്തത്, നമ്മൾ വേറെ എന്തെങ്കിലും ഹിഡൻ അജണ്ട, എന്തെങ്കിലും ഹിഡൻ നമ്മുടെ എന്തെങ്കിലും പേർപ്പസ്ഫുള്ളി നമ്മൾ ഈ മെഷീനറീസിൻ്റെ പറയാണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഓർ സർവീസസിൻ്റെ മാർക്കറ്റിംഗ് വേണ്ടിയിട്ട് നമ്മൾ ഈ മെഷീനറീസിൻ്റെ പ്രൈസ് പറയാണ്ടിരിക്കുകയാണെന്നൊക്കെ പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. ഇവർക്ക് എന്താ മെഷീനറീസിൻ്റെ പ്രൈസ് പറഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ, അപ്പോൾ അതിൻ്റെ റീസൺ ഇതാണ്, ഇതിൻ്റെ ബാക്കിലുള്ള. കാരണം പല ആളുകളും സ്ട്രൈറ്റ് അവേ ഒരു ബേസിക്സ് ഇല്ലാതെ മെഷീനറീസിലേക്ക് ജമ്പ് ചെയ്തിട്ട് ഇങ്ങനെ നഷ്ടം വന്ന് ചരിത്രം നമ്മൾ ഇഷ്ടം പോലെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ സ്ട്രൈറ്റ് അവേ പറഞ്ഞു കൊടുക്കാത്തത്. അതുപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഓവർ സൈസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് വാങ്ങും പല ആളുകളും. അതായത് ശരിക്കും നമ്മളുടെ കപ്പാസിറ്റിക്ക് ഉള്ളിൽ വരുന്ന മെഷീൻ. അപ്പോൾ നമുക്ക് വ്യക്തമായ കാൽക്കുലേഷൻസ് വേണം. അതായത് എത്രയാണ് നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഇത് സെല് ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ കയ്യിൽ എത്ര വേണം, നമ്മൾ 8 hours അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ അല്ലെങ്കിൽ 2 ഷിഫ്റ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും പ്രൊഡക്ഷൻ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കപ്പാസിറ്റിയുള്ള മെഷീൻസ് വേണം എന്നുള്ളൊക്കെ ഒരു ധാരണയുടെ ബേസിലായിരിക്കണം നമ്മൾ മെഷീനറീസിൻ്റെ കപ്പാസിറ്റി ഇതാക്കുന്നത്. ഓവർ സൈസ്ഡ് മെഷീൻസ് വാങ്ങിയിട്ട് പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് നമുക്കൊരു ബേർഡൻ ആവുന്ന സിറ്റുവേഷൻസ് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നല്ല സ്റ്റഡി ചെയ്തിട്ട് തന്നെ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ്. ചിലപ്പോൾ നമുക്കറിയാം മെഷീനറി രംഗത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ അപ്ഡേഷൻസ് റെഗുലർലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഷീൻസ് ചിലപ്പോൾ നമ്മൾ അറിയാതെ പോയിട്ട് ചില ആളുകളൊക്കെ നമ്മളെ പഴയ മെഷീൻസൊക്കെ വിറ്റ് പോകാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും തലയിലാക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് എപ്പോഴും കൊട്ടേഷൻ എടുക്കുമ്പോൾ ഒരു 3 കൊട്ടേഷനെങ്കിലും മിനിമം നമ്മൾ എടുത്തിട്ട്, അപ്പോൾ നമ്മൾ കൂടുതൽ എത്രത്തോളം കൂടുതൽ മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് മെഷീൻ സപ്ലൈസിൻ്റെ അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അത്രത്തോളം നമുക്ക് അവയർനെസ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ജെന്യൂൻ ആയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സാധനം നോക്കിയിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ ക്യാഷ് ഫ്ലോ സൈക്കിൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ സൈക്കിൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിൽ പോയി ചാടുന്നുള്ളതാണ്.
അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ എമൗണ്ട് നമ്മൾ ഇന്റീരിയേഴ്സിൽ, ബിൽഡിങ്ങിലും ഇന്റീരിയേഴ്സിലൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യലും. നമ്മളടുത്ത് സർപ്ലസ് എമൗണ്ട് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അതല്ലാതെ തുടക്കക്കാർക്ക് നമ്മൾ അങ്ങനത്തെ എമൗണ്ടുകളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ബ്രാൻഡിങ്ങിനും മാർക്കറ്റിങ്ങിനും എമൗണ്ട് സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഒരു ബിസിനസ്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ബ്രാൻഡിങ്, നമ്മൾ ഇങ്ങനെ ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ ഉണ്ട് എന്നുള്ളതും, നമ്മൾ ഇന്ന പ്രൊഡക്റ്റുമായിട്ട് നമ്മൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നുള്ളതും നമ്മൾ മാർക്കറ്റിൽ അറിയിച്ചാൽ മാത്രമേ നമ്മുടെ അടുത്ത് എന്ത് വരുള്ളൂ, മാർക്കറ്റിലേക്ക് നമ്മൾ ആളുകൾ വരുള്ളൂ. നമ്മളെ അടുത്തേക്ക് ആളുകൾ മാർക്കറ്റിൽ നിന്ന് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലൊരു രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള നമ്മൾ എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിൻ്റെയൊക്കെ ബേസിക് ഇത് എത്തുന്നത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും ബിസിനസ് ഫെയിലിയർ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഇല്ലാത്തത് കൊണ്ടൊന്നുമില്ല, ക്യാഷ് ഫ്ലോ കറക്റ്റ് ആ ബിസിനസ്സിൽ ഇല്ലാത്തതുകൊണ്ട്. ക്യാഷ് ഫ്ലോ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാത്തതിൻ്റെ റീസൺ. മെഷീൻ നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൽ നമ്മൾ ഇതുപോലത്തെ ഒരു ബേസിസിൻ്റെ പേരിലല്ലാതെ നമ്മൾ ഓവർ സ്പെൻഡ് മെഷീനറീസിന്, ഇൻറ്റീരിയേഴ്സിന്, ബിൽഡിങ്ങൾക്ക് ഓവർ സ്പെൻഡ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നമുക്ക് ഈ രീതിയിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഫോർമുല എപ്പോഴും 40% അപ് ടു 30 to 40% വരെയൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ മാക്സിമം, അത് കഴിഞ്ഞിട്ട് ഉള്ള എമൗണ്ടിൽ ഒരു 30 to 50% അകത്ത് നമ്മുടെ മെഷീനറീസ്, ബാക്കിയുള്ള എമൗണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും എന്നുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം, മെഷീനറീസിനെക്കാട്ടി കൂടുതൽ എപ്പോഴും വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം ആയിരിക്കും. അതേപോലെ തന്നെ എപ്പോഴും ഒരു 3 മാസത്തേക്കുള്ള ഒരു വർക്കിംഗ് ബഫർ നമ്മളെ കയ്യിൽ എപ്പോഴും വേണം. പിന്നെ അതേപോലെ തന്നെ സെയിൽസിൻ്റെ കാര്യത്തിലായിരിക്കണം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ എക്സ്പാൻഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. മെഷീനറീസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ ഒരു റൂൾസ്, ഗോൾഡൻ റൂള് ഞാൻ പറഞ്ഞ പോലെ 30 to 50 ആൻഡ് 30 to 40 ബാലൻസ് മിസ്സലേനിയസ് എന്നുള്ള ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ആയിരിക്കണം നിങ്ങളുടെ മെഷീനറീസ് പർച്ചേസ് ചെയ്യുന്നത്. വർക്കിംഗ് ക്യാപിറ്റലിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. മെഷീനറീസിനെക്കാട്ടിലും കൂടുതൽ നിങ്ങൾക്ക് വർക്കിംഗ് ക്യാപിറ്റൽ മാറ്റി വെക്കാൻ പറ്റുകയാണെങ്കിൽ, നീക്കി വെക്കാൻ പറ്റുകയാണെങ്കിൽ, മാനേജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ആ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. മെഷീനറീസ് ഇല്ലെങ്കിലും നമുക്ക് മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാം, തേർഡ് പാർട്ടി കോൺട്രാക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട്. പിന്നീട് നമുക്ക് ബിസിനസ് വളരുന്നതിനനുസരിച്ച് നമുക്ക് ഓൺ മെഷീനറീസ് നമുക്ക് ചെയ്യാവുന്നതാണ്.